റവറൻ ഡോക്ടർ തോമസ് മൂലിൽ രചിച്ച പാലായിലെ വിശ്വാസ പരിശീലന കേന്ദ്രം പ്രസിദ്ധീകരിക്കുന്ന മാറിയ സാഹചര്യത്തിൽ വിശ്വാസ കൈമാറ്റം ഒരു സാധ്യതാ മാർഗരേഖ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് ക്ലറിങ്ങാട്ട് നിർവഹിച്ചു. പാലാ രൂപത മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പുസ്തകത്തിന്റെ ആദ്യ പകർപ്പ് ഏറ്റുവാങ്ങി. സഭയുടെ കാതൽ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് റവറൻ ഡോക്ടർ തോമസ് മൂലിൽ എന്ന് മാർ ജോസഫ് ക്ലറിങ്ങാട്ട് പറഞ്ഞു. അങ്ങനെ ഒരു ഫെയ്ത്ത് കൾച്ചറിനെ നമ്മുടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അച്ഛൻ PhD കാരനാണ്, റോമിൽ പഠിച്ച ആളാണ്. കുറവലങ്ങാട് പള്ളിയുടെ വികാരിയായിരുന്നു, മറ്റനേകം പള്ളികളുടെയും വികാരിയായിരുന്നു. കുറവലങ്ങാട് പള്ളിയിൽ അച്ഛൻ വികാരിത്വം നടത്തിയപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് അവിടുത്തെ സഭയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്താൻ അച്ഛനതിനകത്ത് താല്പര്യമുണ്ടായിരുന്നു. അതിവിടെ നിന്ന് ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. പകലവും മറ്റുമൊക്കെ അച്ഛനും മലയപ്പറമ്പിലച്ഛനും എല്ലാം വന്ന കാലഘട്ടത്തിൽ നമുക്ക് കുറെ കൂടി ഒന്ന് അതിൻ്റെ ഫേസ് ഒന്ന് കണ്ടെത്താൻ സാധിച്ചു. പാലാ രൂപത വികാരി ജനറൽ റവറൻ ഡോക്ടർ ജോസഫ് മലയപ്പറമ്പിൽ, വിശ്വാസ പരിശീലന കേന്ദ്രം ഡയറക്ടർ റവറൻ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നിരവധി വൈദികരും സന്യസ്തരും സമൂഹത്തിന്റെ നാനാ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. റവറൻ ഡോക്ടർ തോമസ് മൂലിൽ തന്റെ ദീർഘകാലത്തെ വിശ്വാസ പരിശീലന അനുഭവങ്ങളിൽ നിന്നും രൂപപ്പെടുത്തിയ പ്രായോഗിക നിർദ്ദേശങ്ങളും മാർഗങ്ങളുമാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇടവകയിലും കുടുംബത്തിലും വിശ്വാസം എങ്ങനെ അർത്ഥവത്തായി പരിശീലിപ്പിക്കാം എന്ന് പുസ്തകം പറയുന്നു.